ശശി തരൂർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. നിരവധി വിവാദങ്ങൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഉയർന്നെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ അദ്ദേഹം ഒരു വിവരം പങ്കുവച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ ആൾ ഞാൻ തന്നെ. ഒരു പുതിയ സർവേ ഫലവും അതിനോടൊപ്പം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? എന്തുകൊണ്ടാണ് ഈ തരൂർ ഇങ്ങനെ ഒരു അവകാശവാദവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്? മണി കൺട്രോൾ എന്ന ഒരു ദേശീയ മാധ്യമം നടത്തിയ സർവേയിലാണ് ഇത്തരമൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു ബലം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-നും ഞെട്ടാനുള്ള വകുപ്പുണ്ട്. അത് ഇപ്പോൾ അതിൽ 1-ാം സ്ഥാനം വന്നിരിക്കുന്നത് ശശി തരൂരാണ്. അത് 28% ജനങ്ങൾ പിന്തുണയ്ക്കുന്നത് ശശി തരൂരിനാണ്. അതിനെയാണ് അദ്ദേഹം തൻ്റെ അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് കോൺഗ്രസിനുള്ള ഒരു സന്ദേശമാണ്. അതോടൊപ്പം തന്നെ VD സതീശനും ക്യാപ്റ്റനും മേജറും പോരാളികൾക്കുമുള്ള ഒരു സന്ദേശമാണ്. അവരെക്കാൾ ദേശീയത ഉയർത്തി നിൽക്കുന്ന ശശി തരൂർ എന്ന മനുഷ്യന് ഈ കേരളത്തിൽ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം തന്നെ ഒരു തുറന്നു പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. ഞാൻ തന്നെ സർവ്വതാ യോഗ്യൻ. അതെ, അതിൻ്റെ ഒരു ഷെയറിങ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സർവേ ബലമല്ല. കാരണം അദ്ദേഹത്തെക്കാൾ ജനങ്ങൾ പിന്തുണയ്ക്കുന്നത് ശൈലജ ടീച്ചറാണ്. അത് നാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും കണ്ടിരുന്നു. പല സർവേകളിലും പിണറായിക്ക് വെല്ലുവിളിയായി ശൈലജ ടീച്ചർ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു മാറ്റവും 5 വർഷം കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല. അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം കുറച്ച് നാളുകളായി തന്നെയല്ലേ കേരളത്തിന്റെ മനസ്സ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വനിതാ മുഖ്യമന്ത്രി വേണമെന്നത് കുറച്ച് നാളുകളായി തന്നെ, ഒരു ഇടക്കാലത്തുണ്ടായല്ലോ, ഇപ്പോൾ ഒരു 8-10 വർഷമായി അങ്ങനെ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ അങ്ങനെ യോഗ്യതയായിട്ടുള്ള ഒരു സ്ത്രീകൾ വളരെ കുറവാണെങ്കിൽ ശൈലജ ടീച്ചർ അതിലൊരു അങ്ങനെ ഒരു ചർച്ച ഉയർന്നതിന് പിന്നാലെയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത്. കാരണം പിണറായിക്ക് 50,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ അവിടെ ശൈലജ ടീച്ചറിന് 60,000 ഉണ്ട്. പിണറായി വിജയനേക്കാൾ, മുഖ്യമന്ത്രിയേക്കാൾ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ ശൈലജ ടീച്ചറിന് മത്സരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ആ രീതിയിലേക്കുള്ള ഒരു വളർച്ച ജനങ്ങൾ ഇവർക്ക് നൽകുന്നുണ്ട്. അതിനവർ യോഗ്യതയാണോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കാനുള്ളത്. അത് മറ്റൊരു കാര്യം. എന്തായാലും പിണറായി വിജയൻ വെറും 17% ഉള്ളപ്പോൾ ശൈലജ ടീച്ചറിന് 24% ഉള്ളത്. ശശി തരൂരുമായിട്ടും വളരെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ശശി തരൂരിന് 28% ഉള്ളത്. അങ്ങനെ 3 പ്രധാനപ്പെട്ട 3 നേതാക്കൾ തമ്മിലാണ് മത്സരം നടക്കുന്നത്. വേറെ ആരും ഇതിനകത്തില്ല. VD സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, BJP-യിൽ നിന്ന് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കളുണ്ട്. എന്തായാലും കുറവാണ്, 15-10 രീതിയിൽ. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ശശി തരൂരാണ്. കാരണം VD സതീശനും രമേശ് ചെന്നിത്തലയിലും തുടർച്ചയായി തന്നെ മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് തമ്മിലടിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ളത് ശശി തരൂരാണെന്ന ഒരു ബോധ്യം ഇതിലൂടെ മനസ്സിലാക്കുന്നു. ഈ സർവേ ഫലത്തിലൂടെ ബോധ്യമാകുന്നുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചർച്ച തുടങ്ങിയത് ഇന്നല്ല, അല്ലേ? അതെ, കുറച്ച് നാളുകളായി തന്നെ. എനിക്ക് തോന്നുന്നു 2022 മുതൽ ഈ ചർച്ചയുണ്ട്. 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേവലം 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നൊരു ചർച്ച ജനങ്ങൾ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. കാരണം പിണറായി സർക്കാർ വന്ന് രണ്ടാമത് തുടർഭരണം നേടി അധികാരം 2-ാം വർഷത്തിലേക്ക്, 2-ാം ടേമിലേക്ക് കടന്നപ്പോൾ തൊട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഈ ചർച്ച ജനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു മാറ്റമാണ്. കേരളം ഈ പരമ്പരാഗത രീതിയിലുള്ള മുഖ്യമന്ത്രി ശൈലിയും സമരം ചെയ്ത് റോഡിലിരുന്ന് അടിവാങ്ങി ആ ശൈലിയിലെ മാറി തുടങ്ങി. അതാണ് പല പാർട്ടികളിൽ നാം കാണുന്നത്. BJP-യിൽ ആ മാറ്റം ഉണ്ടാകുന്നു. ഇപ്പോൾ ജനങ്ങൾ തന്നെ കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ശശി തരൂരിനെ കൊണ്ടുവരുമെന്ന രീതിയിൽ. അതിൽ ശശി തരൂരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഒന്നാമത് തിരുവനന്തപുരം മണ്ഡലവുമായി എടുത്തു നോക്കുമ്പോൾ BJP-യുമായി അദ്ദേഹം നേരിട്ട് മത്സരിക്കുകയും BJP തുടർച്ചയായി പരാജയപ്പെടുത്തുന്നു എന്നൊരു രീതി അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റ് ഇദ്ദേഹത്തിന് പിന്നിലുള്ളവരെ നോക്കുമ്പോൾ സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് ശൈലജ ടീച്ചർക്കാണ്. പക്ഷേ ഇദ്ദേഹത്തിനുമുണ്ട് 30% പുരുഷന്മാർ പിന്തുണയ്ക്കുമ്പോൾ അവർക്ക് 27% സ്ത്രീകളുടെ പിന്തുണ ശശി തരൂരിന് ലഭിക്കുന്നുണ്ട്. ന്യൂനപക്ഷത്തിന്റെ പിന്തുണ ലഭിക്കുന്നുണ്ട്. ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2022 കാലഘട്ടത്തിലാണ് ഈ ചർച്ച ഉണ്ടാകുന്നത്. അതിനു പിന്നാലെ ACC-യുടെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം വലിയ രീതിയിൽ വോട്ട് പിടിക്കുകയും
പിന്നീട് അത് കൃത്യമായി തന്നെ ഊർജിതമായി തന്നെ ഒരു നീക്കത്തിലേക്ക്, പരസ്യമായ നീക്കത്തിലേക്ക് പോവുകയാണ്. സോണിയ കുടുംബത്തിനൊരു കടുത്ത വെല്ലുവിളി ഉയർത്തി തരൂർ രംഗത്ത് വന്നു. അത് മാത്രമല്ല, ആ കാലത്താണ് NSS അദ്ദേഹത്തെ അവരുടെ ഒരു ഈ സമ്മേളനം, വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നത്. അതുവരെ ഡൽഹി നായർ എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയിരുന്ന തരൂരിന് ആ ഒരു ഐത്തം ഇല്ലാതാക്കി അദ്ദേഹത്തിന് കേരളത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് NSS വളരെ ശക്തമായി നിലപാടെടുത്ത് അദ്ദേഹത്തെ അവരുടെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്ന ഒരു കാഴ്ചയും കേരളം കണ്ടു. അല്ല, അതുമാത്രമല്ല, മുസ്ലിം ലീഗും തങ്ങളുടെ ചുവപ്പ് പച്ച പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ്. പക്ഷെ അവസാന ഘട്ടത്തിൽ അങ്ങനെ സ്വീകരണം നൽകിയപ്പോഴും അദ്ദേഹത്തിന്റെ വായിൽ നിന്നും വന്ന ഒരു പരാമർശമാണ്, ഹമാസിനെതിരെ നടന്ന ഒരു പരാമർശമാണ് അദ്ദേഹത്തിന് തിരിച്ചടി നൽകിയത്. പക്ഷെ അതെല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്നതാണ്. ചിലപ്പോൾ കോൺഗ്രസിലെ യുവ നേതാക്കൾ, സ്ത്രീകളും അടക്കമുള്ളവർക്ക് ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട് മികച്ച അഭിപ്രായമാണുള്ളത്. കാരണം പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തെ പരാജയപ്പെടുത്താനായി BJP എത്ര വട്ടമായി ശ്രമം നടത്തുന്നു. BJP-യേക്കാൾ ഇപ്പൊ അവസാന ഘട്ടം വരുമ്പോൾ BJP-യേക്കാൾ പരാജയപ്പെടുത്താൻ ശ്രമം നടത്തുന്നത് കോൺഗ്രസ് ആണ്. കാരണം ഇദ്ദേഹം ഒന്ന് ഒഴിഞ്ഞു മാറിയിരുന്നെങ്കിൽ അവിടെ മത്സരിക്കാനായി അടുത്ത നേതാക്കൾ കാത്തിരിക്കുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആ രീതിയിൽ എന്തായാലും കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുന്ന ഒരു നേതാവാണ്. ഇപ്പോൾ ഈ സർവേകളിലും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇനി തുടർച്ചയായി അങ്ങനെ സർവേകൾ വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയാകുന്ന VD സതീശനാണ്. VD സതീശനുമായി ബന്ധപ്പെട്ടാണ് ഈ യുവ നേതാക്കളും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ വലിയ പിന്തുണയുള്ള നേതാവ്. അങ്ങനെ ആ പിന്തുണയുള്ള നേതാവിന് മുകളിലേക്കാണ് ശശി തരൂർ വളർന്ന് പന്തലിക്കുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ചാണ് അറിയാം നമുക്ക്. ഇങ്ങനെയെല്ലാം പറയുമ്പോഴും അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് ആണോ BJP ആണോ എന്നുള്ളത് ഈ രണ്ട് പാർട്ടിക്ക് സംശയമുണ്ട്. കുറെ നാളുകളായി BJP-ക്കാർക്കും അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിലാണോ അതോ BJP-യിലാണോ, മോദിയുടെ കൂടെയാണോ അതോ രാഹുലിനൊപ്പമാണോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അത് നാം ശ്രദ്ധിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് അറിയാം അദ്ദേഹം മോദിക്കൊപ്പമാണ്, രാഹുലിനൊപ്പം ഇല്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് അറിയാം. അല്ല, അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷെ അദ്ദേഹം രാജിവെക്കുന്നില്ലല്ലോ. അതെ, അതാണ് അതിന്റെ. അത് കോൺഗ്രസ് എന്നെ പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിൽക്കുന്നത്. അല്ല, ശശി തരൂർ എങ്ങനെയെങ്കിലും സ്വയം രാജിവെച്ച് പോകുന്നെങ്കിൽ പോകട്ടെ എന്നതാണ് ഇവരുടെ നയം. എന്തായാലും അത് ചേട്ടാ സൂചിപ്പിച്ചതുപോലെ തന്നെ നാം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ, തെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ വിവാദം ഉണ്ടാകുന്നില്ലോ, അവിടെ ക്ഷണിച്ചിട്ടില്ല, നിലമ്പൂരിൽ ക്ഷണിച്ചിട്ടില്ല എന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ഇവരുടെ അധികാരമോഹമാണ്. നമുക്കറിയാം 2 ദിവസം മുൻപായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ യുവ നേതാക്കൾക്കെതിരെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ച. ഷോ കാണിക്കേണ്ടത് അവരുടെ ലക്ഷ്യം ഇതാണ്. ആരെല്ലാം വളർന്നു വരാൻ തങ്ങൾക്ക് പാരയാകാൻ സാധ്യതയുണ്ടോ അത് ഇവർ വലിയ രീതിയിൽ മുഴുവനും വെട്ടിനിരത്തി ഇവർ ഇതെങ്ങനെയാണ് നാസയ്ക്ക് പോലെ ഈ കഴിവില്ല, കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ആരാണ് തങ്ങൾക്ക് പണി വയ്ക്കാൻ വരുന്ന ഒരു നേതാവെന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. ആ തിരിച്ചറിവിന്റെ ബലമായാണ് ആദ്യം ശശി തരൂരിനെ ചവിട്ടി പുറത്താക്കി. ഇപ്പോൾ അവർ പരസ്പരം തമ്മിലടിക്കുകയാണ്. അതിനിടയ്ക്കാണ് മുല്ലപ്പള്ളി കടന്നു വരുന്നു. പിന്നീട് പല മന്ത്രിമാർക്കും തങ്ങൾക്ക് അങ്ങനെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനം ഒരു നഷ്ടപ്പെടുമെന്ന അങ്ങനെ ഒരു ആശങ്ക ഉള്ളത് കൊണ്ട് ഇപ്പോൾ യുവ നേതാക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടവും ചാണ്ടി ഉമ്മനും പ്രവർത്തിക്കുന്നില്ല, ഷോ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത് നിലമ്പൂരിൽ നമുക്ക് അറിയാവുന്നതാണ്. ഇവരുടെ മിടുക്ക് എന്താണെന്ന് നിലമ്പൂരും പാലക്കാടും ഒക്കെ നമ്മൾ കണ്ടതാണ്. കാരണം എല്ലാരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടല്ലേ 3500-ലധികം വീടുകളിലേക്കാണ് കടന്നു ചെന്നതും അവിടെയെല്ലാം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നേതാക്കളെ ആ സ്വന്തം വീട്ടിലെത്തിക്കാൻ 5 വരെ പിന്തുണ വേണം. ആ രീതിയിലാണ് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷെ ഇവർ മാറില്ല, അധികാരമോഹവുമായി ബന്ധപ്പെട്ടല്ലേ അങ്ങനെ പോവുകയാണ് അവർ, മാറിക്കൊടുക്കാത്ത. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ വലിയ തിരിച്ചടി. ആ തിരിച്ചടിക്ക് ഇടയിൽ തന്നെയാണ്, ആ തിരിച്ചടി ഉണ്ടാകുമ്പോൾ തന്നെയാണ് അവർ സ്വന്തം കഴിവെച്ച് വളർന്നു വരുന്നത്. ആ നേതാക്കളെയാണ് വീണ്ടും ചവിട്ടി താക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയായി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ശശി തരൂരിനെയാണ്. പിണറായി വിജയൻ വളരെയധികം പിന്നിലോട്ട് പോയിട്ടുണ്ട്. ആ പിണറായി വിജയൻ പിന്നിലോട്ട് പോകുമ്പോൾ വളർന്നു വരുന്നത് ശൈലജ ടീച്ചറിന്റെ ആ സർവേയിൽ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നതും ശൈലജ ടീച്ചറിനെയാണ്. അപ്പോൾ ഇനിയുള്ളത് എന്തായാലും പുതിയൊരു രാഷ്ട്രീയമായിരിക്കും നാം വരാൻ കാത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.